ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നാളെ ഞാനും നീയും മരിക്കുമ്പോൾ നമുക്കനുഭവിക്കാനുള്ളതും അങ്ങനെ തന്നെ. ഇമാം ഗസാലി തങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇങ്ങനെയൊക്കെ മരിക്കുന്ന സമയത്ത് വേദനിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് മരിക്കുന്നവൻ കൈകാലുകൾ നിലത്തിട്ടടിക്കുന്നില്ല? അല്ലാഹുവിന്റെ റസൂല് പോലും ഒരു കാല് മറ്റേ കാലിന്മേൽ വെച്ച് വേദന അമർത്തി പിടിച്ചതാ. അറുക്കപ്പെട്ട കാളകളെയും മൂരികളെയും നിങ്ങൾ കണ്ടില്ലേ? ജീവ് പോകുന്ന സമയത്ത് കാലിന്മേൽ അമർത്തി വെച്ചുകൊണ്ട് വേദന സഹിക്കുന്നത് കണ്ടില്ലേ? എനിക്കും അത് വരൂലേ? നിങ്ങൾക്കും അത് വരൂലേ? അനുഭവിക്കാനില്ലേ? ഇമാം പറയുന്നു, എന്താണ് ഇങ്ങനെ പെടയാത്തത്, ആർത്ത് കരയാത്തത്, വാവിട്ട് നിലവിളിക്കാത്തത്? ഇമാം തന്നെ പറയുന്നു മറുപടി, ഒന്നുമല്ല. ഒരാള് നിന്റെ കൈവിരലിൽ കൂടി ആണിത്തറയ്ക്കുമ്പോൾ അവിടെ മാത്രമേ നിനക്ക് വേദനയുള്ളൂ. നിന്റെ ചങ്കുകൾ ഫ്രീയാണ്, നിന്റെ വായകൾ ഫ്രീയാണ്, നിന്റെ നാവ് ഫ്രീയാണ്, നിന്നെ അലക്കുന്ന നാവ് ഫ്രീയാണ്, ശബ്ദിക്കുന്ന ചെറുനാവ് ഫ്രീയാണ്, നീ പെടയുന്ന കൈകൾ നിനക്ക് ഫ്രീയാണ്, നിന്റെ കാലുകൾക്ക് ഫ്രീയാണ്. അതുകൊണ്ട് പെടയാനും പറയാനും വിളിക്കാനും നിനക്ക് പറ്റും. മരിക്കുന്ന സമയത്ത് നിന്റെ ശരീരത്തിൽ വേദനിക്കാത്ത സ്ഥലങ്ങളില്ല, വേദനിക്കാത്ത രോമക്കുത്തുകളില്ല. ചുണ്ടുകളിൽ വേദനയാ, ചങ്കുകളിൽ വേദനയാ, നാവിൽ വേദനയാ, കൈകളിൽ വേദനയാ. ഒരക്ഷരം മിണ്ടാൻ നിനക്ക് കഴിയില്ല, അനങ്ങാൻ നിനക്ക് കഴിയില്ല. അതുകൊണ്ട് നീ ശാന്തനായി കിടക്കുകയാ. നിന്റെ കണ്ണിൽ നിന്ന് ധാരധാര കണ്ണുനീർ പൊഴിക്കാനല്ലാതെ, കാമ്യം കാണിക്കാനല്ലാതെ നിനക്ക് പ്രതികരിക്കാൻ കഴിയൂല. മക്കളെ, നിങ്ങൾ കേൾക്കുന്നത് കെട്ടുകഥകളല്ല, നിങ്ങൾ കേൾക്കുന്നത് നോവലല്ല, നിങ്ങൾ കേൾക്കുന്നത് ഏതെങ്കിലും ചിത്രീകരണങ്ങളല്ല. വജാഅത് സക്റത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്. ഈ മരണത്തിന്റെ വേദന സത്യമാണ്, ഇത് മിഥ്യയല്ല. ദാലിക മാ കുൻത മിൻഹു തഹീദ്. നീ എത്ര ഓടി മറയാൻ ശ്രമിച്ചാലും ഓടാൻ കഴിയില്ല. എല്ലാ വെള്ളിയാഴ്ചയും നീ കേൾക്കാറില്ലേ, ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ. ഓരോരോ സമയത്തും മരണത്തിൽ നിന്ന് ഓടി ഒളിക്കുന്ന മനുഷ്യ, വാഹനാപകടത്തിൽ നിന്ന് ഒളിക്കുന്ന മനുഷ്യ, ഉരുൾപൊട്ടുമ്പോൾ ജീവനും കൊണ്ടോടുന്ന മനുഷ്യ, കരണ്ട് പിടിക്കുമ്പോൾ ഓടുന്ന മനുഷ്യ, മരിക്കാതിരിക്കണമെന്ന് കരുതിയിട്ട് ഞെട്ടോട്ടം ഓടുന്ന മനുഷ്യ. ഫഇന്നഹു മുലാഖീകും. ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. മരണം കണ്ടുമുട്ടൽ മാത്രമല്ല, സുമ്മ തുറദ്ദൂന, പിന്നെ നിങ്ങളെയൊക്കെ തിരിച്ചു കൊണ്ടുപോകും ഇലാ ആലിമിൽ ഗൈബി വശഹാദ. നിങ്ങളുടെ ദൃശ്യവും അദൃശ്യവും അറിയുന്ന, നിങ്ങളുടെ മനസ്സിലെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന, നിങ്ങൾ സ്വകാര്യമായി ചെയ്തതറിയുന്ന, ബെഡ്റൂമിൽ സ്വന്തക്ക് ചെയ്തതറിയുന്ന, പാതിരാത്രിയിൽ നിങ്ങളെ കാമുകന്മാർക്ക് നിങ്ങൾ മൊബൈലുകൾ തുറന്നു വെച്ചിട്ട് നിങ്ങൾ ചാറ്റിംഗ് നടത്തിയതറിയുന്ന, നിങ്ങളുടെ എല്ലാ പെയ്ക്കൂത്തുകളും അറിയുന്ന, കണ്ണിന്റെ കട്ടുനോട്ടങ്ങൾ അറിയുന്ന, നിങ്ങൾ ഹൃദയത്തിന്റെ മിടിപ്പറിയുന്ന റബ്ബിലേക്ക് നിങ്ങളെ തിരിച്ചു വിളിക്കപ്പെടും.
ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. നിങ്ങൾ പ്രവർത്തിച്ചതിനെക്കുറിച്ച് മുഴുവനും അവൻ നിങ്ങളോട് കൃത്യമായി പറഞ്ഞു തരും. ഒരാളെയും അവൻ വെറുതെ വിട്ടേക്കില്ല, ഒരു ജീവിയെയും വെറുതെ വിട്ടേക്കില്ല, ഒരാളോടും ചോദിക്കാതിരിക്കില്ല, ഒരാളെയും തിരിച്ചു വിളിക്കാതിരിക്കില്ല. ഈ കിടക്കുന്ന ആളുകളെ പറ്റി നിങ്ങൾ ഓർത്തു നോക്ക്. സർവകലാവല്ലവന്മാരില്ലയോ, കോടീശ്വരന്മാരില്ലയോ, നാടി വിറപ്പിച്ചവരില്ലയോ, ഭരണം നടത്തിയവരില്ലയോ, ലോകത്തിന് വലിയ 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 വിപ്ലവങ്ങൾ സൃഷ്ടിച്ച പലരും കഴിഞ്ഞു പോയില്ലയോ, മുസോളിൻ കഴിഞ്ഞു പോയില്ലയോ, ലക്ഷക്കണക്കിന് മനുഷ്യന്മാരെ കൂട്ടക്കുരുതി നടത്തിയിട്ടുള്ള അഡോൾഫ് ഹിറ്റ്ലർ വിടപ്പോ പരാജയം എന്നെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ നെപ്പോളിയൻ വിടപ്പോ അല്ലാഹ് 36 വയസ്സാകുമ്പോഴേക്ക് തന്റെ രാജ്യം മുഴുവൻ വെട്ടിപ്പിടിച്ച് 36 വയസ്സിന് മുമ്പ് കാലേവനിക്കുള്ളിൽ മറഞ്ഞുപോയ അലക്സാണ്ടർ വിടപ്പോ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറിമാരെ വിടപ്പോയി, ലതയാച്ചേരി ചരാരാഷ്ട്രത്തിന്റെ പ്രസിഡന്റുമാർ വിടപ്പോയി. മാലിം തിലക്കും മിനലാഹിൻ ഗൈരി, ഞാനല്ലാത്തൊരു ഇലാഹിനെയും നിങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞ റാംസീസ് രണ്ടാമനെ വിടപ്പോയി. ഈ ലോകത്ത് പടച്ച റബ്ബിന്റെ സ്വർഗത്തിന് അതാ റിഫലായിട്ട് സ്വർഗം സ്ഥാപിച്ചിരിക്കുന്ന ശ്രദ്ധാദിയെ വിടപ്പോയി. അവരൊക്കെ കാലയവനിക്കുള്ളിൽ മറഞ്ഞു പോയില്ലേ? അവരൊക്കെ റബ്ബിലേക്ക് തിരിച്ചു പോയില്ലേ? ഇന്നും നിങ്ങൾ ജുമഅക്ക് കേട്ടില്ലേ? ഇന്ന ഇലൈനാ ഇയാബഹും തുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. എല്ലാവരും നമ്മിലേക്ക് മടങ്ങി വരും. ഒരു കൊലകൊമ്പനും മടങ്ങി വരാത്തതില്ല, ഒരു യുക്തിവാദിയും മടങ്ങി വരാത്തതില്ല, ഒരു നിരീശ്വരവാദിയും മടങ്ങി വരാത്തതില്ല, ഒരു റബ്ബിനെ ധിക്കരിച്ചവനും മടങ്ങി വരാത്തതില്ല. എല്ലാവരും റബ്ബിലേക്ക് മടങ്ങി വരും. എല്ലാവരോടും കൃത്യമായിട്ട് കണക്ക് ചോദിക്കും. അങ്ങനത്തെ ഒരു ദിവസം വരാനില്ലേ? യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, അല്ലാഹു ഉണ്ടെന്ന് വിശ്വസിച്ചവരോട്, എല്ലാം സൃഷ്ടിച്ചത് അല്ലാഹുവാണെന്ന് വിശ്വസിക്കുന്നവരോട്, എന്നെയും നിന്നെയും പടച്ചത് അല്ലാഹുവാണെന്ന് വിശ്വസിക്കുന്നവരോട്, രോഗം തരുന്നത് അല്ലാഹുവാണെന്ന് വിശ്വസിക്കുന്നവരോട്, മക്കളെ തന്നത് അല്ലാഹുവാണെന്ന് വിശ്വസിക്കുന്നവരോട്, വെള്ളം ഇറക്കി തരുന്നത് അല്ലാഹുവാണെന്ന് വിശ്വസിക്കുന്നവരോട്, മക്കളെ തന്നത് അല്ലാഹുവാണെന്ന് വിശ്വസിക്കുന്നവരോട്, സൗന്ദര്യം തന്നത് അല്ലാഹുവാണെന്ന് വിശ്വസിക്കുന്നവരോട്, ജീവിപ്പിക്കുന്നത് അവനാണെന്ന് വിശ്വസിക്കുന്നവരോട്, മരിപ്പിക്കുന്നത് അവനാണെന്ന് വിശ്വസിപ്പിക്കുന്നവരോട്, മഴ വർഷിപ്പിക്കുന്നവൻ അവനാണെന്ന് വിശ്വസിക്കുന്നവരോട്, ഈ സസ്യജലാധികൾ മുളപ്പിക്കുന്നവൻ അവനാണെന്ന് വിശ്വസിക്കുന്നവരോട്, അന്നജം നൽകുന്നത് അവനാണെന്ന് വിശ്വസിക്കുന്നവരോട്, എല്ലാം നൽകുന്നവൻ അവനാണെന്ന് വിശ്വസിക്കുന്നവരോട്, ഇത്തഖുല്ലാഹ്, അവനെ പേടിച്ച് ഭയപ്പെട്ട് നിങ്ങൾ ജീവിക്കണം. അവൻ കൽപ്പിച്ച കാര്യങ്ങൾ പരമാവധി നിങ്ങൾ പ്രവർത്തിക്കണം. മാത്രമല്ല വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളത്തേക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചതെന്താ, നാളത്തേക്ക് കൊണ്ടുപോകാനുള്ളതെന്താ, എന്താണ് ഒരുക്കി വെച്ചത് എന്ന് ചിന്തിക്കണ്ടേ. വിശുദ്ധ ഖുർആൻ ഈ കൈകൾ മലർത്തിയിട്ട് തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോവാൻ ഉള്ളതെന്താണ് എന്തൊന്ന് ചിന്തിക്കണ്ടേ. ഇന്ന് ഞാനങ്ങ് മരണപ്പെട്ടാൽ, ഞാനോ നിങ്ങളോ മരിച്ചുപോയാൽ, നാളെ ഈ സമയമാകുമ്പോഴേക്ക് നമ്മൾ ഖബറിലേക്ക് എത്തിക്കഴിഞ്ഞു. ഖബറിലെത്തിയിട്ട് ചിന്തിച്ചിട്ട് കാര്യമുണ്ടാവും? ഖബറിലെത്തിയതിന് ശേഷം നിസ്കരിക്കാമായിരുന്നു എന്ന് ചിന്തിച്ചിട്ട് കാര്യമുണ്ട? ഖബറിലെത്തിയിട്ട് ധർമ്മം കൊടുക്കാമായിരുന്നു എന്ന് ചിന്തിച്ചിട്ട് കാര്യമുണ്ട?
ഖബറിലെത്തിയതിനു ശേഷം അള്ളാഹുവിനോട് തൗബ ചെയ്യാമായിരുന്നു എന്ന് ചിന്തിച്ചിട്ട് കാര്യമുണ്ടാ? എന്തെങ്കിലും ഒരു ഫലമുണ്ടാ? അള്ളാഹു സുബ്ഹാനഹു ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ ചുരുക്കി അവസാനിപ്പിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നു. ഇശാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു വന്ന സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഓർത്തുകൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആയിഷ ബീവിയോട് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്താ ആയിഷ കരയുന്നത്? നിങ്ങൾക്ക് എന്തു പറ്റി? എന്തോ ഓർത്തുകൊണ്ടാ കരയുന്നത്? മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ കരയാൻ ഒരു കാരണമുണ്ട്. ഈ 18 വയസ്സ് പ്രായമാകുന്നേ ഉള്ളൂ. കാലച്ചെറുപ്പത്തിൽ തങ്ങളോടൊപ്പം ഭാര്യയായിട്ട് വന്ന പാവപ്പെട്ട ഞാൻ 18 വയസ്സ് പ്രായമാമത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ വഫാത്താകുന്ന സമയത്ത് ആയിഷ ബീവിക്ക് ഉള്ളത്, തങ്ങളും ഞാനും അങ്ങ് പിരിഞ്ഞു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിൻ്റെ മടിത്തട്ടി തലവെച്ചുകൊണ്ട് കിടക്കുമ്പോൾ അവിടുത്തെ ഷറഫാക്കപ്പെട്ട താടിയിലെയും തലയിലെയും നരച്ച രോമങ്ങൾ ഞാൻ എണ്ണി നോക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 18 രോമങ്ങളെ നരച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ 20-ൽ താഴെ. അത്ര രോമമേ തങ്ങൾക്ക് നരച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. രോമം നരച്ചത് കണ്ടപ്പോൾ മരണത്തിനെക്കുറിച്ചാണ് ഞാൻ ചിന്തിച്ചു പോയത്. തങ്ങളുടെ ഈ നരച്ച രോമങ്ങൾ കണ്ടപ്പോൾ തങ്ങൾ മരിക്കുമെന്ന് ഞാൻ ഓർത്തുപോയി. തങ്ങളെങ്ങാനും മരണപ്പെട്ടാൽ തങ്ങളില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു പോയി. തങ്ങളില്ലാതെ ഞാനെങ്ങനെ ജീവിക്കും? തങ്ങളില്ലാത്തൊരു മദീനയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു പോയി. തങ്ങളില്ലാത്ത ഒരു മസ്ജിദുൻ നബവിയിലെ മെഹ്റാബിനെ കുറിച്ച് ചിന്തിച്ചു പോയി. തങ്ങളില്ലാത്ത ഒരു അവസ്ഥയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു പോയി. അങ്ങനെ എൻ്റെ ചിന്തകൾ ഇങ്ങനെ മാറി 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 മറിഞ്ഞ് പലതും ഓർത്ത് അറിയാതെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീണുപോയി. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് തങ്ങൾ പറയുന്നു, ആയിഷ, എന്നാൽ അതിലും ഭീകരമായ കാര്യം നിനക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ ആയിഷ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുദീർഘമായ ഹദീസിൽ നമുക്ക് കാണാം. ആയിഷ ബീവിക്ക് പറഞ്ഞു കൊടുക്കുന്നു, ആയിഷ, ഒരു മനുഷ്യന്റെ ആത്മാവ് ശരീരത്തിൽ നിന്നങ്ങ് പിരിഞ്ഞാൽ ആത്മാവിന് ഒരു തേനീച്ചയുടെ വലിപ്പമാണ്, ഒരു ചെറുതേനീച്ചയുടെ വലിപ്പമാണ്. അത് കൃത്യമായി മെർക്കുറിയുടെ സ്വഭാവമാണ്. അത് മണ്ണുകൊണ്ട് പടക്കപ്പെട്ടതല്ല, തീയുകൊണ്ട് പടക്കപ്പെട്ടതല്ല. ആത്മാവിന് മെർക്കുറിയുടെ സ്വഭാവമാണ്. ഒരിക്കലും അത് പിടിക്കാൻ കിട്ടില്ല, വഴിക്കലിച്ചു നിൽക്കും. ആ തേനീച്ചയുടെ വലിപ്പത്തിലുള്ള ആത്മാവിനെ മലക്ക് വായിലൂടെ പുറത്തേക്കെടുത്താൽ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഉടയാടകളെ കൊണ്ട്, വസ്ത്രങ്ങളെ കൊണ്ട്, തൂവാല കൊണ്ട് മലക്കുകൾ അതിനെ പൊതിയുന്നതാ. മുഅ്മിനായ മനുഷ്യന്റെ ആത്മാവാണെങ്കിൽ, മുഅ്മിനായ മനുഷ്യന്റെ ആത്മാവാണെങ്കിൽ ആത്മാവിനെ സ്വർഗീയ തൂവാല കൊണ്ട് പൊതിയുന്നതാണ്, പൊതിഞ്ഞു മലക്കുകൾ കൊണ്ടുപോകുന്നതാണ്. അതുകൊണ്ടല്ലേ നമ്മൾ പറയുന്നു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്, അള്ളാഹുവിൻ്റെ പടപ്പുകളാണ്, അള്ളാഹുവിൻ്റെ അടിമകളാണ്, അള്ളാഹുവിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നവരാണ്. റബ്ബിൽ നിന്ന് വന്ന ആത്മാവ് റബ്ബിലേക്ക് തന്നെ തിരിച്ചു പോകും. തിരിച്ചു പോകുമ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ
യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയത്തൻ മർദിയ, സമാധാനത്തോടെ ശാന്തിയോടെ അഹങ്കാരമില്ലാതെ ധിക്കാരമില്ലാതെ താൻ തോന്നിത്തമില്ലാതെ അനുസരിച്ചുകൊണ്ട് വിനയാന്വിതനായി ജീവിച്ച ആത്മാവേ, റബ്ബിലേക്ക് മടങ്ങുക. റാദിയത്തൻ, റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കണ്ട് തൃപ്തിപ്പെട്ട് മടങ്ങുക. മർദിയ, റബ്ബിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം അവന്റെ തൃപ്തിയോടുകൂടി നീ മടങ്ങുക എന്ന് വിളിച്ചു പറയപ്പെടും. ആ നിലക്ക് ആത്മാവിനെ പൊതിഞ്ഞിട്ട് മലക്കുകൾ കൊണ്ടുപോകുമ്പോൾ എല്ലാ മലക്കുകളും ഈ ആത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. ഒന്നാം ആകാശത്ത് എത്തുമ്പോൾ അവിടെ ഒരു പാറാവുകാരനായ മലക്കുണ്ട്. ആ മലക്ക് ഈ ഭൂമിയിൽ നിന്ന് എന്ത് മേൽപോട്ട് ഉയർത്തപ്പെടുമ്പോഴും ചോദിക്കും, ആരാണ്, എന്താണ്? ഹബീബ് തങ്ങള് മിഅ്റാജിന്റെ രാത്രിയിൽ ആകാശാരോഹണം നടത്തിയപ്പോൾ എല്ലാ ആകാശത്തുള്ള പറാബുകാരും ചോദിച്ചിട്ടുണ്ട്, ആരാണ്? ഇത് ജിബ്രീലാണ്. കൂടെ ആരാണ്? മുഹമ്മദ് റസൂലുള്ളാഹിയാണ്. അങ്ങനെ സന്തോഷത്തോടെ സമ്മതം കിട്ടിയിട്ടാണ് എല്ലാ ആകാശങ്ങളും കടന്നത്. ഈ ദുനിയാവിൽ നിന്ന് റബ്ബിലേക്കൊരാത്മാവ് മടങ്ങുമ്പോൾ എല്ലാം റബ്ബിൽ ചെന്ന് ചേരും, എല്ലാം റബ്ബിലേക്ക് മടക്കപ്പെടും. ആ മടക്കപ്പെടാൻ ഒന്നാം ആകാശത്തെത്തുമ്പോൾ ഇന്നാലിന്ന സ്ഥലത്ത് വെച്ചുള്ള ഇന്നാലിന്ന മനുഷ്യന്റെ ആത്മാവാണ് വരുന്നത് എന്ന് ചോദിക്കപ്പെടുമ്പോൾ മറുപടി പറയപ്പെട്ടാൽ ആത്മാവിന്റെ കൂടെ ഈ മലക്കുകൾ വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഉമ്മമാരെ നിങ്ങൾ അറിയണം, ഉപ്പമാരെ അറിയണം, ഇടത്തും വലത്തും നമുക്കൊരു മലക്കുകളുണ്ട്. റഖീബ് അതീദ് എന്ന്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. നാം ചെയ്യുന്ന നന്മക്കും തിന്മക്കും എല്ലാം സാക്ഷി നിൽക്കുന്ന മലക്കുകളാ, ഓപ്പറേറ്റർമാരായ മലക്കുകളാ. ഒരു CCTV നമ്മുടെ ശരീരത്തിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ആ CCTVയിൽ ഒരു ചെറിയ മെമ്മറി ഉണ്ട്. ആ മെമ്മറിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. എന്തെല്ലാം പ്രായപൂർത്തിയെത്തിയതിനു ശേഷം ഞാനും നിങ്ങളും ചെയ്യുന്നുണ്ടോ, ആ ചെയ്യുന്നത് മുഴുവനും ഈ മെമ്മറിയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ മരിക്കുന്നതോടുകൂടി മെമ്മറി ആത്മാവിന്റെ കൂടെ വെക്കുന്നുണ്ട്. അല്ലാഹ് ഒന്നാം ആകാശത്തെ മലക്കുകൾ ഈ മെമ്മറി നോക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ കുറിച്ച് നോക്കും. അല്ലാഹുവിലുള്ള, മുത്തുനബിയിലുള്ള, മലക്കുകളിലുള്ള, അന്ത്യനാളിലുള്ള, ആഖിറത്തിലുള്ള, സ്വർഗത്തിലുള്ള, നരകത്തെക്കുറിച്ചുള്ള, വിചാരണയെക്കുറിച്ചുള്ള വിശ്വാസത്തെ കുറിച്ച് കൃത്യമായിട്ട് പരിശോധിക്കും. ആ വിശ്വാസം കറക്റ്റാണെങ്കിൽ ആത്മാവിനെ സ്വീകരിച്ച് സെലക്ട് ചെയ്യുന്നു രണ്ടാനാകാശത്തേക്ക്. രണ്ടാനാകാശത്തെ മലക്കുകൾ നോക്കുന്നത്, നമ്മുടെ മെമ്മറിയിൽ പരിശോധിക്കുന്നത് നമ്മുടെ നിസ്കാരമാണ്. നിസ്കാരം കൃത്യമായി നിസ്കരിച്ചവനാണോ അവിടെയും സ്വീകരിക്കപ്പെട്ട് മൂന്നാനാകാശത്തേക്ക് സെലക്ട് ചെയ്യുന്നു. മൂന്നാനാകാശത്ത് പരിശോധിക്കപ്പെടുന്നു നമ്മുടെ നിസ്കാരം. ജക്കാത്തിൽ കൃത്യത പാലിച്ചവനാണോ അവിടുന്ന് സെലക്ട് ചെയ്ത് റബ്ബിന്റെ അടുത്ത് നാലാനാകാശത്ത് നമ്മുടെ നോമ്പിനെ കുറിച്ച് പരിശോധിക്കും. നോമ്പ് കൃത്യമാണോ, അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടോ, പഠിച്ചതുപോലെ പ്രവർത്തിച്ചിട്ടുണ്ടോ, അത് യഥാവിധിക്ക് നിർവഹിച്ചിട്ടുണ്ടോ. അതിലും വിജയിച്ചാൽ പിന്നീട് തൊട്ടടുത്ത ആകാശത്തിൽ നോക്കുന്നത് ഹജ്ജും ഉംറയുമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്വഭാവമാണ്. അത് കഴിഞ്ഞാൽ നന്മ കൊണ്ട് കൽപ്പിച്ചതും തിന്മയെ തൊട്ട് വിരോധിച്ചതുമാണ്. ഈ കടമ്പകൾ മുഴുവനും കഴിഞ്ഞാലേ
ആകാശത്തിന്റെ മുകളിൽ എല്ലാം കഴിഞ്ഞ ശേഷം റബ്ബിന്റെ തിരുസവിധത്തിലേക്ക് നമ്മുടെ ആത്മാവിനെ എത്തിക്കുന്നു. റബ്ബിന്റെ അടുത്തെത്തിയാല് റബ്ബ് നമ്മുടെ നിസ്കാരത്തെ കുറിച്ച് ചോദിക്കൂല, നോമ്പിനെ കുറിച്ച് ചോദിക്കൂല, സക്കാത്തിനെ കുറിച്ച് ചോദിക്കൂല, ഹജ്ജിനെ കുറിച്ച് ചോദിക്കൂല. നമ്മുടെ ആത്മാർത്ഥത മാത്രമാണ് റബ്ബ് പരിശോധിക്കുന്നത്. ആത്മാർത്ഥമായി റബ്ബിന് വേണ്ടി ചെയ്തതാണോ, റബ്ബിന് വേണ്ടി നിസ്കരിച്ചതാണോ, റബ്ബിന് വേണ്ടി ഹറാം ഉപേക്ഷിച്ചതാണോ, റബ്ബിന് വേണ്ടി ധർമ്മം കൊടുത്തതാണോ, റബ്ബിന് വേണ്ടി വഅദ് പറഞ്ഞതാണോ? അതാണെങ്കിൽ റബ്ബ് സ്വീകരിക്കും. അതിനുശേഷം ആത്മാവ് തിരിച്ച് ഈ ഡെഡ് ബോഡിയുടെ സമീപത്തെത്തും, നിമിഷ നേരങ്ങളെ കൊണ്ടെത്തും. അതിന്റെ ബുദ്ധിപരമായ തെളിവുകളൊന്നും പറയാൻ സമയമില്ല. അതിനുശേഷം ഈ ആത്മാവ് ഡെഡ് ബോഡിയുടെ അടുത്തുണ്ട്. വരുന്നവരെ മുഴുവനും നോക്കുന്നുണ്ട്, പറയുന്നത് മുഴുവനും കേൾക്കുന്നുണ്ട്. എല്ലാം ശ്രദ്ധിച്ച് ഈ ഡെഡ് ബോഡിയുടെ അടുത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞ ആത്മാവ് നിൽക്കുന്നുണ്ട്. അല്പസമയം കഴിഞ്ഞ് മയ്യത്ത് കുളിപ്പിക്കാൻ എടുക്കുമ്പോൾ ഈ ആത്മാവ് അതിൻ്റെ കൂടെ പോകുന്നുണ്ട്. കുളിപ്പിക്കുന്നിടത്തും ആത്മാവ് ശ്രദ്ധിക്കുന്നുണ്ട്. ആത്മാവിനെ കുളിപ്പിക്കാറില്ല, കഫൻ ചെയ്യാറില്ല. എല്ലാം കണ്ടുകൊണ്ട് ആത്മാവ് നിൽക്കുകയാണ്. അതിനുശേഷം കുളിപ്പിക്കൽ കഴിഞ്ഞ് തോർത്തിയതിനു ശേഷം ആ തുണി കൊണ്ട് കഫൻ ചെയ്ത് കഴിഞ്ഞാൽ 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞാൽ അല്ലാഹ് 10, 20, 30 ജോഡി വസ്ത്രങ്ങൾ ഉള്ളവളാണെങ്കിലും ബനാറസിന്റെ പട്ടുസാരികൾ ഉള്ളവളാണെങ്കിലും നല്ല നല്ല പർദ്ധകൾ ഉള്ളവളാണെങ്കിലും 10,000-ന്റെയും 25,000-ന്റെയും മാക്സികളും ഉടയാടകളും വാങ്ങിവെച്ചവരാണെങ്കിലും ഒരു കല്യാണത്തിന്റെ തലേ രാത്രിയിൽ ഒന്ന് മോടി കൂട്ടാൻ വേണ്ടിയിട്ട് 1000-കണക്കിന് ഉറുപ്പിക ചെലവഴിച്ചു കൊണ്ട് വാങ്ങിയ ഡ്രസ്സുകൾ ഉണ്ടെങ്കിലും ഒരിക്കൽ മാത്രം പുതുക്കം പോകുന്ന സമയത്ത് ധരിക്കാൻ 50,000-ന്റെയും 1,00,000-ന്റെയും ഉടയാടങ്ങൾ വാങ്ങി ധരിച്ച പെണ്ണാണെങ്കിലും പുതിയാപ്പിള ഇറങ്ങുന്ന സമയത്ത് 25,000-ന്റെ കോട്ട് വാങ്ങി ധരിച്ചവനാണെങ്കിലും എല്ലാ വസ്ത്രങ്ങളും ഉണ്ടെങ്കിലും അതാ ഏകദേശം 500 രൂപയിൽ വില കൂടാത്ത ഒരു കോറ തുണിയാണ്. എല്ലാവർക്കും ഒരേ കഫൻ തുണിയാണ്. അവിടെ മുന്തിയത് എന്ന് നോക്കലില്ല, താഴ്ന്നത് എന്ന് നോക്കലില്ല, മീഡിയൻ എന്ന് പറയലില്ല. എല്ലാവർക്കും ഒരേ വസ്ത്രമാണ്, എല്ലാവർക്കും ഒരേ വീടാണ്. ആരെ വീടും അവിടെ സിമെന്റ് തേച്ച് മിനുക്കിയിട്ടില്ല, മാർബിളുകളും മാർബോണൈറ്റുകളും കൊണ്ട് അലങ്കരിച്ചിട്ടില്ല. ആരെ വീടും ലൈറ്റുകൾ ഘടിപ്പിച്ചിട്ടില്ല, ബാത്റൂം സൗകര്യങ്ങളില്ല, ലൈറ്റുകൾ ഘടിപ്പിച്ചിട്ടില്ല, അത്യന്താധുനിക സൗകര്യങ്ങളില്ല, സീലിംഗ് നടത്തിയിട്ടില്ല. എല്ലാവരുടെ വീടും ഒരുപോലെ. ഇവിടത്തെ കൊട്ടാരങ്ങൾ സമാനമായ വീടുകളിൽ താമസിക്കുന്ന കോടീശ്വരന്റെ കബറും മുട്ടാളപ്പാവപ്പെട്ടവന്റെ കരല വറുത്ത് കഴിയുന്നവന്റെ കബറും ഒരേ രൂപത്തിലാണ് തയ്യാർ ചെയ്തത്. ഒരേ രൂപത്തിലാണ് കഫൻ തുണിയുള്ളത്. ഒരേ രൂപത്തിലാണ് കേറിപ്പോകുന്ന വാഹനം ഉള്ളത്. അല്ലാഹ്, വലിയ വലിയ കോടികൾ വിലപിടിപ്പുള്ള കാറുകൾ ഷെഡിലുണ്ടാകുമ്പോൾ 6 കാലുള്ള മയ്യത്ത് കട്ടിലിൽ ചുമന്നു കൊണ്ടുപോയത് മക്കളെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആത്മാവ് ആ മയ്യത്ത് കട്ടിലിന്റെ മുകളിൽ മയ്യത്ത് വെച്ചിട്ട് ആളുകളൊക്കെ മയ്യത്ത് ചുമന്നുകൊണ്ട് പോകുമ്പോൾ ഈ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞ ആത്മാവ് ഈ മയ്യത്ത് കട്ടിലിന്റെ മുകളിൽ ഇരിക്കും. ഇരുന്നിട്ട് യാത്ര പറയുന്ന വീടിലേക്ക് നോക്കും.
തന്റെ ഭാര്യയിലേക്ക് നോക്കും. ജനലിന്റെ ഗില്ലുകൾ പിടിച്ചുകൊണ്ട് അമർത്തിപ്പിടിച്ച് സങ്കടപ്പെടുന്ന ഈ ലോകത്ത് ഇനി എനിക്കാര് എന്ന് പറഞ്ഞ് വിലപിക്കുന്ന പാവപ്പെട്ട പെണ്ണിനെ നോക്കും. തന്റെ പ്രിയപ്പെട്ട മക്കളെ നോക്കും. തന്റെ കൊട്ടാര സമാനമായ വീടുകൾ നോക്കും. തന്റെ ആധുനിക സൗകര്യമുള്ള വാഹനത്തെ നോക്കും. എല്ലാം നോക്കിയിട്ട് ഈ മയ്യിത്ത് പറയുന്ന ഒരു വാക്കുണ്ട്, ഇന്ന് വരെ പറയാതിരുന്നിട്ടില്ല, പറയാതിരിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. ഇവിടുന്ന് ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഭാര്യ റൂമിലേക്ക് വിളിച്ചിട്ട് ഒരു മുത്തം കൊടുത്തിട്ട് ബാപ്പായെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മായെ കെട്ടിപ്പിടിച്ചിട്ട് ഭാര്യന്റെ ഒക്കത്തിരിക്കുന്ന പൊന്നുമോളെ ചുംബിച്ചിട്ട് കണ്ണുനീർ തുടച്ചുകൊണ്ട് യാത്ര പോകുന്ന എത്ര ആളുകളുണ്ട്. ഏതാനും അവിടെ ഇവിടെ നിന്ന് വിട്ടാൽ തന്നെ പിന്നെ നിരന്തരമായിട്ട് ബന്ധപ്പെടുന്നു. IMOയിൽ വിളിക്കുന്നു, വാട്സാപ്പിൽ വിളിക്കുന്നു, അങ്ങനെ പല വീഡിയോ കോൾ ചെയ്യുന്നു. ഇങ്ങനൊക്കെ അറിയാനുള്ള സംവിധാനങ്ങളുണ്ട്. അതേ സമയത്ത് സ്വന്തം പള്ളിക്കാട്ടിൽ കബറിൽ നിന്ന് 60 മീറ്റർ പോലും ദൂരെയില്ലാത്ത വീട്ടിലേക്ക് ഒരു സന്ദേശം എത്തിക്കാൻ നിർവാഹമില്ല. തന്റെ 60 മീറ്റർ അപ്പുറത്ത് കിടക്കുന്ന ഭർത്താവിനെ കുറിച്ചറിയാൻ വീട്ടിലുള്ള ഭാര്യക്ക് സംവിധാനങ്ങളില്ല, മക്കൾക്ക് സംവിധാനങ്ങളില്ല, സ്വന്തക്കാർക്ക് സംവിധാനങ്ങളില്ല, കൂട്ടുകാർക്ക് സംവിധാനങ്ങളില്ല. ഇനി തിരിച്ചു വരില്ല. ആയിരങ്ങൾ പതിനായിരക്കണക്കിന് കൊല്ലങ്ങൾ കഴിഞ്ഞാലും ഈ ഭർത്താവിന് തിരിച്ചു വരില്ല, ഈ ഉപ്പയന് തിരിച്ചു വരില്ല, ഈ മക്കളന് തിരിച്ചു വരില്ല. ആ രൂപത്തിൽ യാത്ര പോകുന്ന സമയത്ത് ഈ മയ്യത്ത് കട്ടിലിന്റെ മുകളിൽ കിടന്ന് ആത്മാവ് പൊട്ടിക്കരഞ്ഞ് പറയുന്നൊരു വാക്കുണ്ട്, ആയിഷാ. എന്റെ ഉമ്മമാരറിയാൻ, ഉപ്പമാരറിയാൻ, സഹോദരങ്ങൾ അറിയാൻ. അവസാനമായിട്ട് ഈ മയ്യത്ത് പറയുന്നത്, കരയുന്ന യാ ജമാഅത്തി, എന്റെ വേർപാടിൽ മനംനൊന്ത് കരയുന്ന കുടുംബമേ, എന്റെ കൂട്ടുകാരെ, എന്റെ മക്കളെ, എന്റെ ഭാര്യമാരെ, എന്റെ ബന്ധുക്കളെ, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? ലാ തഗറന്നകുമുദ്ദുനിയാ കമാ ഗറത്തിനി. ഈ ദുനിയാവ് എന്നെ വഞ്ചിച്ചതുപോലെ നിങ്ങളെ വഞ്ചിക്കരുത്. എനിക്ക് പെട്ടതുപോലെ നിങ്ങൾക്ക് വന്നു പെടരുത്. ഞാൻ ഈ യാത്രയെ കുറിച്ച് മറന്നുപോയി. ഈ യാത്രയ്ക്ക് വേണ്ടി ഒന്നും ഒരുക്കി വെച്ചില്ല. ഈ യാത്രയെ കുറിച്ച് ചിന്തിച്ചില്ല. 2 കൈ മലരുമെന്ന് ചിന്തിച്ചില്ല. 2 കാലുകൾ തളരുമെന്ന് ചിന്തിച്ചില്ല. നാവുകൾ നിലയ്ക്കും എന്ന് ചിന്തിച്ചില്ല. എന്റെ എല്ലാം നഷ്ടപ്പെടും എന്ന് ചിന്തിച്ചില്ല. എനിക്ക് സംഭവിച്ചത് നിങ്ങൾക്ക് സംഭവിക്കരുത്. ദാത്തൽ ഔബിക്കും കമാല ഇബബി. ഈ ദുനിയാവ് എന്നെ കളിപ്പിച്ചതുപോലെ നിങ്ങളെ കളിപ്പിക്കല്ല. ഈ ദുനിയാവിലെ സുഖങ്ങളും സൗകര്യങ്ങളും ഈ സുഖലോലുപതയോടുകൂടെയുള്ള ജീവിതവും കണ്ട് നിങ്ങൾ മയങ്ങിയതുപോലെ, ഞാൻ മയങ്ങിയതുപോലെ, ഞാൻ നശിച്ചതുപോലെ നിങ്ങൾ നശിക്കരുത്, നിങ്ങൾ കളിക്കരുത്, നിങ്ങൾ തളരരുത് എന്ന് പറയാതെ ഒരു മയ്യത്തും വീട്ടിൽ നിന്നിറങ്ങിയിട്ടില്ല, വീട്ടിൽ നിന്നിറങ്ങുകയില്ല. ബഹുമാനപ്പെട്ട ആയിഷാ ബീവി പറയുന്നു, ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറയുന്നു, കട്ടിലേറിപ്പോകുന്നു, പള്ളിയിൽ കൊണ്ടിറക്കുന്നു, മയ്യത്ത് നിസ്കരിക്കുന്നു, നിസ്കരിച്ച് തീരുമ്പോഴേക്ക് പലരും ഇറങ്ങിപ്പോകുന്നു. നിന്റെ വീട് കാണാൻ സമയം കിട്ടുന്നില്ല, നിന്റെ കബറ് കുഴിച്ചത് കാണാൻ സമയമില്ല. അവസാനമായി നിന്നെ വീട്ടിലേക്ക് ഇറക്കി വെക്കുമ്പോ നിന്റെ ആ വീടുദ്ഘാടന ചടങ്ങൊന്ന് പങ്കെടുക്കാൻ പോലും നിന്റെ ബന്ധുക്കൾക്ക് സമയമില്ല, കുടുംബങ്ങൾക്ക് സമയമില്ല, നിന്റെ അയൽവാസികൾക്ക് സമയമില്ല. നിന്നെ കൂടെ കളിച്ച ക്ലബ്ബുകളിലും നിശാ ക്ലബ്ബുകളിലും
മറ്റ് തോന്നിവാസങ്ങൾക്ക് മുഴുവനും നിന്നെ കൊണ്ടുപോയ നിന്റെ കൂട്ടുകാർക്ക് സമയമില്ല. നിന്നെ കബറിലേക്ക് ഇറക്കി വെച്ച് നിന്റെ മേൽഭാഗത്ത് മൂടുകല്ലുകൾ വെക്കുന്നതിന്റെ മുമ്പ് നിന്റെ തലക്കു മീതെയുള്ള കെട്ടുകൾ അഴിച്ച് നിന്റെ മുഖത്തിൻ ഭാഗത്തുള്ള കഫം പുട നീക്കി ഒരു പിടി മണ്ണെടുത്ത് അത് വെള്ളം ചേർത്തി കുഴച്ച് നിന്റെ കവളിന്റെ താഴ്ഭാഗത്ത് വെച്ച് നിന്റെ കവളുകൾ അമർത്തി വെക്കുന്നു. പെങ്ങളെ, നീ ലിഫ്റ്റ് കൊടുത്തുകൊണ്ട് ഭംഗിയാക്കിയിരിക്കുന്ന നിന്റെ മുഖങ്ങള്, മൈക്കപ്പ് ചെയ്ത നിന്റെ മുഖങ്ങള്, പെയിന്റ് കൊടുത്ത നിന്റെ മുഖങ്ങള്, പൊട്ടിയിട്ട നിന്റെ മുഖങ്ങള്, നിന്റെ ചുവപ്പിച്ച നിന്റെ ചുണ്ടുകള്, മൺമഷേരിയിരിക്കുന്ന നിന്റെ കണ്ണുകള്, ഒരുപാട് സൗന്ദര്യവർദ്ധക വസ്തുക്കളെ കൊണ്ട് മോടി പിടിപ്പിച്ച് മയ്യത്തിലേക്ക് പോലും നീ മരിച്ച വീട്ടിലേക്ക് പോലും പോകുന്ന സമയത്ത് അലങ്കരിച്ചു പോയ പെങ്ങളെ, ആ മുഖം ഈ മണ്ണിലേക്ക് അമർത്തി വെച്ചിട്ട് നിന്നെ മേൽഭാഗത്ത് ഭാരിച്ച കല്ലുകൾ വെച്ചിട്ട് അവസാനത്തെ ദ്വാരവും തുറ്റിയടച്ചിട്ട് ചുറ്റുഭാഗത്ത് നിൽക്കുന്നവരൊക്കെ മണ്ണ് വാരി എറിഞ്ഞിട്ട് നിന്റെ കബറ് മൊത്തം കൊണ്ടുകൊണ്ട് നിറച്ചിട്ട് മീസാൻ കല്ല് കുത്തിയിട്ട് ഒരു തൊട്ടി വെള്ളവും ഒഴിച്ചിട്ട് ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്തിട്ട് നിന്റെ സ്വന്തക്കാർ, നിന്റെ പ്രിയപ്പെട്ടവർ, നിന്റെ കൂട്ടുകാർ, നിന്റെ എല്ലാ തോന്നിവാസങ്ങൾക്കും കൂട്ടുനിന്നവർ, നിനക്ക് എല്ലാ കളികൾക്കും കൂട്ടുകൊണ്ടു നിന്നവർ, നിന്റെ കല്യാണത്തിന്റെ തലേന്ന് അന്യപുരുഷന്മാരോടൊന്നിച്ച് നിതംബം വരേണ്ടി നിൽക്കുന്ന മുടിയുമായി കുലുങ്ങി കുലുങ്ങി കളിച്ച നീ, അള്ളാഹുവിന്റെ ദീന്റെ കരിവാരി തെച്ച നീ, ഹബീബിനെ മറന്ന നീ, ഫാത്തിമ ബീവിയെ മറന്ന നീ, ജഅഫർ തങ്ങളെ മറന്ന നീ, സിദ്ദീഖുൽ അക്ബർ മറന്ന നീ, ഈ അള്ളാഹുവിനെ മറന്ന നീ, നിന്നെ നിന്റെ കൂട്ടുകാരൊക്കെ പറയുന്നൊരു വാക്കുണ്ട്, പറയാതെ പറയുന്ന വാക്കുണ്ട്, ഇന്ന് മുതൽ എനിക്കിടന്നോ നീയായി നിന്റെ പാടായി, ഇനി ഞങ്ങൾ തിരിച്ചു വരില്ല, ഞങ്ങളിലേക്ക് നിന്റെ വിവരങ്ങളൊന്നും അറിയില്ല. എത്ര കാലമായി കിടക്കുന്നവർ കിടക്കാൻ തുടങ്ങിയിട്ട്, എത്ര കാലമായി ഇസ്രാഫീൽ ഒന്ന് ഊതിയെങ്കിൽ എന്ന് ചിന്തിച്ച് കാത്തിരിക്കുന്നു. ഇത് ഓർക്കണേ മക്കളെ, ഇത് ചിന്തിക്കണേ മക്കളെ. അവൻ മരിക്കുന്ന സമയത്ത് കബറിലേക്ക് കൊണ്ടുപോവാൻ എന്താണ് ഉണ്ടാക്കി വെച്ചത്? കൂടുതൽ സ്വലാത്തുകൾ ചൊല്ലിയിട്ടുണ്ടോ? നമസ്കാരങ്ങൾ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ടോ? അതിന് പുറകെ സുന്നത്തുകൾ ചെയ്തിട്ടുണ്ടോ? വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ടോ? ഖബറിൽ ഉപകരിക്കുന്ന ധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തു വെച്ചതുണ്ടോ എന്ന് ഓർക്കണേ. അർഹമുർ റാഹിമീനായ അൽ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ അല്ലാഹു ഇതൊക്കെ പറയാൻ കേൾക്കാൻ തൗഫീഖ് തന്ന പോലെ ഉൾക്കൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇജാബത്തുള്ള സദസ്സിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. അല്ലാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ. അല്ലാഹു മരിക്കുന്ന സമയത്ത് നിറഞ്ഞ മനസ്സോടെ, നിറഞ്ഞ ഈമാനോടെ, കൽബിലങ്കി മരിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ, ആവശ്യമായ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അല്ലാഹു ഇതൊക്കെ ഒരു നിമിത്തമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ.